തിരുനബി ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ SYS നടത്തുന്ന റബീഹ് ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള പൊന്നാനി മൗലിദിന് വെള്ളിയാഴ്ച മുതൽ തുടക്കമാകും. SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പൊന്നാനി മൗലിദ് നടക്കുക. പൊന്നാനി വലിയ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച നബി കീർത്തന കാവ്യമായ മൻഗൂസ് മൗലിദാണ് പാരായണം ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും പടർന്നുപിടിച്ച സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി മഖ്ദൂം കബീർ മൻഗൂസ് മൗലിദ് രചിക്കുകയും പ്രദേശവാസികളോട് സ്ഥിരമായി അവ പാരായണം ചെയ്ത് രോഗശമനത്തിനായി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. പൊന്നാനിയിലെ വീടുകൾ, കടകൾ, മത്സ്യബന്ധന യാനങ്ങൾ എന്നിവയിൽ എല്ലാം മൻഗൂസ് മൗലിദ് വർഷം തോറും പാരായണം ചെയ്തു വരുന്നു. വരും കാലങ്ങളിലും കേരളത്തിലുടനീളം ഈ പാരമ്പര്യം തനിമയോടെ നിലനിർത്തുക എന്ന ദൗത്യമാണ് SYS വഹിക്കുന്നത്. മൗലിദിന്റെ ഭാഗമായി ബോട്ട് മൗലിദ്, പീഡിക മൗലിദ്, നാടുണർത്തൽ, ചീരണി വരവ്, തെരുവ് കീഴടക്കൽ, പ്രാസ്ഥാനിക സംഗമം, വളണ്ടിയർ സ്നേഹസംഗമം എന്നിവ നടന്നു. പൊന്നാനി മൗലിദിന്റെ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ചന്തപ്പടി സുന്നി മസ്ജിദ് പരിസരത്ത് നിന്ന് വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് ആയിരങ്ങൾ അണിചേരുന്ന സ്വലാത്ത് ജാഥ നടക്കും. തുടർന്ന് സമൂഹ സിയാറത്തും നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ സെക്രട്ടറി മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്നാനി മൗലിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി വയലത്തൂർ അധ്യക്ഷത വഹിക്കും. നിരവധി പ്രമുഖ പണ്ഡിതന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആചരിച്ചു വരുന്ന റബീഉൽ അവ്വൽ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊന്നാനി മൗലിദ് അതിൻ്റെ 6ാമത്തെ വർഷത്തെ മൗലിദാണ് ഈ സമയത്ത് നടക്കുന്നത്. അടുത്ത ശനിയാഴ്ച 7-ാം തീയതി വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര സെക്രട്ടറി മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മൗലിദ് സദസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. എന്ന് പറഞ്ഞാൽ വസന്തത്തിൻ്റെ ഉൾക്കാലം സന്തോഷിക്കുന്ന ആ ദിനരാത്രങ്ങൾ ആ രൂപത്തിലാണ്. പരിശുദ്ധ റമദാൻ ഷരീഫ്, അതുപോലെ ദുൽഹജ്ജ് പോലെയുള്ള മാസം പോലെയുള്ള മാസങ്ങളെക്കാളും ഏറ്റവും ഷറഫറ്റ മാസമാണ് റബീഉൽ അവ്വൽ. എന്താണ് അത്? ലോകത്തെ പ്രവാചകർ റഹ്മത്തുൽ ആലമീൻ ജനിച്ച ആ ദിവസം, ആ രാത്രി ലൈലത്തുൽ ഖദറിൻ്റെ അവനേക്കാൾ ഷറഫത്തിലാകാം. ഇന്തോനേഷ്യയിലൊക്കെ മലേഷ്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ, മറ്റേ അറബ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള യൂറോപ്യൻ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. അവർ സ്പീച്ച് ഇംഗ്ലീഷിൽ തന്നെയാണ്, മറ്റുള്ള ഭാഷകൾ ആ രൂപത്തിൽ. അങ്ങനെ ലോകത്ത് മുഴുവൻ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫിനെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന കാലം. അതാണ് സമസ്ത കേരള ഏറ്റെടുത്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് സീദിക്കോയ തങ്ങൾ, KM മുഹമ്മദ് കാസിം കോയ, ശിഹാബുദ്ദീൻ സക്കാഫി, സിദ്ദീഖ് അൻവരി, അഷ്റഫ് ബാക്കവി, അബ്ദുൽ കരീം സഅദി, KV സക്കീർ, ഉസ്മാൻ കാമിൽ സക്കാഫി എന്നിവർ പങ്കെടുത്തു. PTV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.